നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനും പാലാഴിവാസനായ മഹാവിഷ്ണുവും കൂടി അർജുനന്റെ അഹങ്കാരം തീർത്ത ഒരു കഥയെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം സന്താന ഗോപാലത്തെ പറ്റിയാണ്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ സന്താന ഗോപാല മൂർത്തിയുടെ കഥാരംഭം ഇങ്ങനെയാണ്. ഒരിക്കൽ പാലാഴിവാസനായ ഭഗവാൻ ശ്രീഹരിക്ക് നരനാരായണന്മാരെ ഒരുമിച്ച് കാണണമെന്നൊരു ആഗ്രഹമുണ്ടാകുകയാണ്. നരനാരായണന്മാർ കൃഷ്ണനും അർജുനനുമായിട്ട് ദ്വാപരയുഗത്തിൽ അവതരിച്ച ഒരു കാലമായിരുന്നു അത്. ഈ സമയം പാണ്ഡവന്മാര് കുരുക്ഷേത്ര യുദ്ധമൊക്കെ കഴിഞ്ഞ് യുദ്ധാനന്തരം രാജ്യം ഭരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അർജുനന് കുറച്ച് അഹങ്കാരമൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമാണിത്. തങ്ങൾ ഭരിക്കുന്ന ഈ കാലത്ത് ഏറ്റവും നല്ല ഭരണമാണെന്നും ആർക്കും ഒരു കുറവുമില്ല എന്നും ഇതെല്ലാം തന്റെ ശക്തിയുടെ പ്രഭാവം കാരണമാണെന്നുമുള്ള ഒരു അഹങ്കാരമാണ് ഈ അർജുനന് ഉണ്ടായിരുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ മനസ്സിൽ ഈ അഹങ്കാരം, അർജുനന്റെ അഹങ്കാരം ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്നും ഉള്ള ഒരു ധാരണ ശ്രീകൃഷ്ണനുണ്ട്. ശ്രീകൃഷ്ണന് അർജുനന്റെ ഈ അഹങ്കാരം എങ്ങനെയെങ്കിലും തീർത്തു കൊടുക്കണം എന്നൊരു തീർച്ച ഉണ്ടാക്കി. ഇതിനായിട്ട് ഭഗവാൻ ഒരു വഴി കണ്ടെത്തി. ഹസ്തിനാപുരത്ത് ഒരു ബ്രാഹ്മണനും പത്നിക്കും ജനിക്കുന്ന എല്ലാ കുട്ടികളും മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത്. 8 പ്രാവശ്യം ബ്രാഹ്മണ പത്നി പ്രസവിക്കുകയും ആ കുട്ടികളെല്ലാം മരണപ്പെടുകയും ചെയ്തു. ഇതില് മനംനൊന്ത് ഇതിനൊരു പരിഹാരത്തിനായിട്ട് ബ്രാഹ്മണൻ പാണ്ഡവ സന്നിധിയിൽ വന്ന് സങ്കടം ഉണർത്തിക്കുകയുണ്ടായി. ഇത് കേട്ട് ലജ്ജിതനായിട്ടുള്ള അർജുനൻ ബ്രാഹ്മണന് ഒരു വാക്ക് കൊടുത്തു. അടുത്ത പ്രസവ സമയത്ത് കുട്ടിയെ രക്ഷിക്കാമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ സ്വയം ചിതയൊരുക്കി അതിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും സത്യം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ബ്രാഹ്മണ പത്നി വീണ്ടും ഗർഭം ധരിക്കുകയും പ്രസവ സമയം അർജുനൻ വന്നു അവരുടെ വീടിന് ചുറ്റും ദിവ്യാസ്ത്രങ്ങളാൽ ശക്തി സുരക്ഷാ കവചം സൃഷ്ടിക്കുകയും ചെയ്യുകയുണ്ടായി. ഒരു സൂക്ഷ്മാണുവിന് പോലും കടക്കാൻ പറ്റാത്ത വിധം ബന്ധിതമായിരുന്നു ആ ദിവ്യ അസ്ത്രങ്ങളാൽ ബന്ധിക്കപ്പെട്ട ആ കോട്ട എന്ന് പറയാം. കൂടാതെ അർജുനൻ വീടിന് കാവലിരിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതം പോലെ ഈ പ്രസവാനന്തരം കുട്ടിയെ ഉടലോടെ തന്നെ കാണാതെ പോവുകയാണ്. ഇത് കണ്ട് സങ്കടവും ദേഷ്യവും സഹിക്കാതെ ബ്രാഹ്മണൻ അർജുനനെ പല വിധത്തിലും ശപിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയുണ്ടായി, മുൻപ് എന്റെ മക്കളെ എനിക്ക് മരണപ്പെട്ടിട്ടാണെങ്കിലും ഉടലോടെ കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ താങ്കൾ കാരണം അതും എനിക്ക് നഷ്ടമായിരിക്കുകയാണെന്ന് ഇങ്ങനെയൊക്കെ അർജുനനോട് പറഞ്ഞ് അരിശം തീർത്ത് ഇരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കണ്ട് ബ്രാഹ്മണന്റെ വാക്ക് കേട്ട് വിഷമം സഹിക്കാതെ അർജുനൻ പല സ്ഥലങ്ങളിലും കുട്ടിയെ അന്വേഷിച്ച് നടക്കുകയുണ്ടായി. അവിടെ ഒന്നും കാണാതെ അർജുനൻ ഏറ്റവും അവസാനം യമലോകത്തേക്കാണ് ചെല്ലുന്നത്. അവിടെയും കുട്ടികളെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് യമരാജനോട് അന്വേഷിച്ചപ്പോൾ കുട്ടിയെ താൻ കൊണ്ടുവന്നിട്ടില്ലെന്നും കുട്ടിക്ക് മരണസമയം ആയിട്ടില്ലെന്നുമാണ് യമരാജൻ അറിയിച്ചത്. അവിടെ നിന്ന് നിരാശനായിട്ട് അർജുനൻ വീണ്ടും ബ്രാഹ്മണന്റെ അടുത്തേക്ക് വരികയും തന്നെ കൊണ്ട് കുട്ടിയെ തിരികെ തരാൻ സാധിക്കില്ലെന്നും ക്ഷമിക്കണമെന്നും അപേക്ഷിക്കുകയും ചെയ്യുകയുണ്ടായി. സത്യം പാലിക്കുവാനായിട്ട് സ്വയം ചിതയൊരുക്കി ആത്മഹത്യ ചെയ്യുവാനായിട്ട് ചാടാനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്തു. ഈ സമയം ശ്രീകൃഷ്ണൻ അർജുനന്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറയുകയുണ്ടായി, എന്തായാലും ഇത്രയുമായി, ഇനി എന്റെ കൂടെ ഒരു സ്ഥലം കൂടി വരിക, നമുക്ക് അവിടെയും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം എന്ന് പറയുകയുണ്ടായി. കുരുക്ഷേത്ര യുദ്ധസമയത്ത് അർജുനന്റെ സാരഥിയായിരുന്നു ശ്രീകൃഷ്ണൻ. എന്നാൽ ഈ യാത്രയിൽ അർജുനൻ സാരഥിയാവാനായിട്ട് കൃഷ്ണൻ അരുൾ ചെയ്യുകയുണ്ടായി. അങ്ങനെ അർജുനൻ തെളിച്ച തേരില് അവർ അവിടെ നിന്ന് യാത്ര തിരിക്കുകയുണ്ടായി. കുറച്ചു ദൂരം കഴിഞ്ഞു ഭൂമിയും ആകാശവും ലോകങ്ങളും എല്ലാം കഴിഞ്ഞു അവസാനം കൂരിരുട്ടായി. അർജുനന്റെ മുമ്പിലേക്ക് പോകാനുള്ള വഴി തെളിയാതെ ആയപ്പോൾ അതിന് പോംവഴിയായിട്ട് ഭഗവാൻ സുദർശന ചക്രം ഇവർക്ക് മാർഗദർശിയായിട്ട് മുന്നേ വിടുകയും അതിന്റെ പ്രഭയിൽ ഇരുട്ട് മാറുകയും അവർ വീണ്ടും യാത്ര തുടരുകയും ചെയ്യുകയുണ്ടായി. അവസാനം അവർ എത്തിച്ചേർന്നത് പാലാഴിക്ക് നടുവിലായിട്ട് ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന 7 ഗോപുരങ്ങളുള്ള വൈകുണ്ഠത്തിലാണ്. അവർ അവിടെ ആദിശേഷനായിട്ടുള്ള അനന്തനഗിഴെ ശ്രീദേവി ഭൂദേവി സമേതനായിട്ടുള്ള സാക്ഷാൽ ശ്രീ ഹരി വിഷ്ണു ഭഗവാനെ കാണുകയുണ്ടായി. അത്യന്തം അത്ഭുതകരമായിട്ടുള്ള ദർശനമാണ് അവർക്ക് അവിടെ കിട്ടിയത്. കൂടാതെ കാണാതാവുകയും മരിക്കുകയും ചെയ്ത ബ്രാഹ്മണന്റെ കുട്ടികൾ ഭഗവാന്റെയും ദേവിമാരുടെയും ഒപ്പം കളിച്ചുകൊണ്ട് ഇരിക്കുന്നതും ഇവർക്ക് കാണാൻ ഇടയായി. അങ്ങനെ നരനാരായണന്മാർ ഭഗവാനെ സാഷ്ടാംഗം വണങ്ങുകയുണ്ടായി. ഭഗവാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കാനിടയായ കാര്യം അർജുനന് പറഞ്ഞു കൊടുക്കുകയും ഇതെല്ലാം കേട്ടുകഴിഞ്ഞ് അഹങ്കാരം ശമിച്ച അർജുനൻ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി കുട്ടികളെയും കൊണ്ട് കൃഷ്ണന്റെ ഒപ്പം ഭൂലോകത്തേക്ക് വരികയുണ്ടായി.
അവിടെ വന്ന് ബ്രാഹ്മണന് അദ്ദേഹത്തിന്റെ എല്ലാ കുട്ടികളെയും തിരികെ കൊടുക്കുകയാണ് ഉണ്ടായത്. ഇതെല്ലാം കണ്ട് സന്തോഷവാനായ ബ്രാഹ്മണൻ അർജുനനെ അനുഗ്രഹിക്കുകയുണ്ടായി. അങ്ങനെ വിഷ്ണു ഭഗവാന് നരനാരായണന്മാരെ ഒന്നിച്ചു കാണുവാനും ശ്രീകൃഷ്ണന് അർജുനന്റെ അഹങ്കാരം മാറ്റിക്കൊടുക്കുവാനും സാധിച്ചു. അത്യപൂർവ ഭാവമായിട്ടാണ് ഭഗവാന്റെ സന്താനഗോപാലമൂർത്തി ഭാവത്തെ വാഴ്ത്തുന്നത്.